بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. خلاصة الفقه الإسلامي الجزء الثاني. الصلاة على الميت ജനാസയുടെ മേലുള്ള നിസ്കാരം. ഷുറൂത്തുഹ, ആ നിസ്കാരത്തിന്റെ ഷർത്തുകൾ. ലിസ്വലാത്തിൽ മയ്യിത്ത് സിത്തത്തു ഷുറൂത്തിൻ, മയ്യിത്ത് നിസ്കാരത്തിന് 6 ഷർത്തുകളുണ്ട്. അൽ അവ്വലു 1, ത്വഹാറത്തുൽ മുസല്ലി, നിസ്കരിക്കുന്നവൻ ശുദ്ധിയായിരിക്കലാണ്, അനിൽ ഹദസൈനി, 2 അശുദ്ധിയെത്തൊട്ടും. വസാനി, രണ്ടാമത്തെ ഷർത്ത്, ത്വഹാറത്തുഹു അനിൻ നജാസത്തി, അവൻ നജസിനെ തൊട്ട് ശുദ്ധിയാവലാണ്. വസാലിസു, മൂന്നാമത്തേത്, സത്തുറു ഔറത്തിഹി, അവന്റെ ഔറത്ത് മറക്കലാണ്. വറാബിയു, നാലാമത്തേത്, ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഇസ്തിഖ്ബാലുഹു അൽ ഖിബ്ലത, അവൻ ഖിബ്ലക്ക് മുന്നിടലാണ്. മറ്റ് നിസ്കാരങ്ങൾക്കൊക്കെ ഉള്ള ഷർത്തുകളാണ്. അതിൽ 5-ാമത്തെ ഷർത്ത് സമയം ആയെന്നറിയൽ എന്നാണ് മറ്റ് നിസ്കാരങ്ങളിലൊക്കെ പറയൽ. എന്നാൽ വൽ ഖാമിസു, മയ്യിത്ത് നിസ്കാരത്തിലെ 5-ാമത്തെ ഷർത്ത്, തഖദ്ദുമു തുഹ്രിൽ മയ്യിത്തി, മയ്യിത്തിനെ കുളിപ്പിക്കൽ, മയ്യിത്തിന്റെ തുഹർ, തയമ്മമാണെങ്കിൽ തയമ്മം, അത് മുന്തലാണ്. അപ്പോഴാണ് സമയം കടക്കൽ. അപ്പൊ കുളിപ്പിച്ചതിന് ശേഷമേ നിസ്കരിക്കാവൂ, അല്ലെങ്കിൽ തയമ്മം ചെയ്തതിന് ശേഷമേ നിസ്കരിക്കാവൂ. എന്നാൽ ഫലൗ വഖഅൽ മയ്യിത്തു, ഒരു മയ്യിത്ത് വീണാൽ, ഫി ബിഇരിൻ, കിണറ്റിൽ, ഔ ബഹരിൻ, അല്ലെങ്കിൽ കടലിൽ, ഔ തഹ്ത റദ്മിൻ, അല്ലെങ്കിൽ പൊളിഞ്ഞു വീണ, ഇടിഞ്ഞു വീണ മതിലിന്റെ ചുവട്ടിൽ, വതഅസ്സറ ഗസ്ലുഹു വതയമ്മുഹു, ആ മയ്യിത്തിനെ കുളിപ്പിക്കലും തയമ്മം ചെയ്യലും പ്രയാസം നേരിട്ടാൽ, രണ്ടും നടക്കുന്നില്ലെങ്കിൽ, ലം യുസല്ല അലൈഹി, ആ മയ്യിത്തിന്റെ മേൽ നിസ്കരിക്കപ്പെടേണ്ടതില്ല, കാരണം തുഹർ മുന്തിയിട്ടില്ല. വസാദിസു, 6-ാമത്തെ ഷർത്ത്, എഅ്തിബാറുൽ മയ്യിത്തി ക ഇമാമിൻ, മയ്യിത്തിനെ ഒരു ഇമാമിനെ പോലെ പരിഗണിക്കലാണ്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിനെ എങ്ങനെയാണോ കാണുന്നത്, ആ ഇമാമും മഅ്മൂം എത്ര അകലം വേണമോ, അവിടെ എന്തൊക്കെ നിബന്ധനയുണ്ടോ, അതുപോലെ മയ്യിത്തിനെ പരിഗണിക്കണം. അഥവാ അപ്പോൾ ഫലാ യതഖദ്ദമു അലൈഹി, മയ്യിത്തിനേക്കാൾ മുമ്പിലാവരുത്, ഫിൽ മൗഖിഫി, നിൽക്കുന്ന സ്ഥലത്ത്. ഖബറിന്റെ പുറത്ത് വെച്ച് നിസ്കരിക്കുകയാണെങ്കിലും, അതല്ലെങ്കിൽ ഹാദിറായ മയ്യിത്തിന്റെ മേൽ നിസ്കരിക്കുകയാണെങ്കിലും, ആ മയ്യിത്തിനേക്കാൾ അവൻ മുന്തരുത്. വയജ്തമിഉ മഅഹു, മയ്യിത്തിനോടുകൂടെ അവൻ ഒരുമിച്ച് കൂടണം, ഫി മക്കാനിൻ വാഹിദിൻ, ഒരു സ്ഥലത്ത്. അതായത് രണ്ടും പള്ളിയാണെങ്കിൽ, മയ്യിത്തുള്ളതും പള്ളിയിലാണ്, നിസ്കരിക്കുന്നവനും പള്ളിയിലാണെങ്കിൽ, ആ മയ്യിത്തിലേക്ക് ഇവന് പോവാൻ സാധിക്കണം. പോവണം എന്നല്ല, പോവാൻ സാധിക്കുന്ന രൂപത്തിലായിരിക്കൽ ഷർത്താണ്. പള്ളി അല്ലാത്തോടത്താണെങ്കിൽ ആ മയ്യിത്തിന്റെയും അവന്റെയും ഇടയിലുള്ള അകലം 300 മുഴത്തേക്കാൾ കൂടാൻ പാടില്ല. ഇതൊക്കെ നിബന്ധനയാണ്, ഷർത്തുകളാണ്. വതുക്റഹു സ്വലാത്തു, മയ്യിത്ത് നിസ്കാരം കറാഹത്താക്കപ്പെടും, ഖബ്ല തക്ഫീനി, കഫൻ ചെയ്യുന്നതിന് മുമ്പ്. അതേസമയം വയജിബു തഖദ്ദുമുഹ, നിസ്കാരം മുന്തൽ നിർബന്ധമാകും, അല ദഫ്നി, മറവ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നിസ്കരിക്കലും നിർബന്ധമാണ്. വലാകിൻ, പക്ഷേ, യസ്ഖുത്തുൽ ഫർളു, ഫർള്, ആ ബാധ്യത ഒഴിവാകുന്നതാണ്, ബിസ്വലാത്തി അലൽ ഖബരി, മറവ് ചെയ്തതിന് ശേഷം ഖബറും പുറത്തുനിന്ന് നിസ്കരിച്ചാലും സഹിയാകും, ബാധ്യത തീരും, ഫർള് വിടും. വതസിഹു സ്വലാത്തു, നിസ്കാരം സഹിയാകും, അല ഗായിബിൻ അനിൽ ബലദി,
ഈ രാജ്യത്തിനെ തൊട്ട് നിസ്കരിക്കുന്നവന്റെ ആ രാജ്യത്തിനെ തൊട്ട് മറഞ്ഞ മറ്റൊരു രാജ്യത്തിലുള്ള മയ്യത്തിന്റെ മേൽ നിസ്കാരം സ്വഹിയാകും. വഅല ഖബരി ഗൈരി നബിയിൻ, നബി അല്ലാത്തവരുടെ ഖബറിന്റെ അരികിൽ വെച്ചും സ്വഹിയാകും. ആരിൽ നിന്ന്? മിൻ അഹ്ലി ഫർളിഹ വഖ്തൽ മൗതി, ആ മയ്യത്തിന്റെ മരണസമയത്ത് മയ്യത്ത് നിസ്കാരത്തിന്റെ ഫർളിന്റെ അഹ്ലികാരാണോ അവരിൽ നിന്നാണ് സ്വഹിയാകുക. എന്ന് വെച്ചാൽ എനിക്കൊരു 60 വയസ്സുണ്ട്, പക്ഷെ ഞാൻ 80 വർഷം മുമ്പ് മരിച്ച ഒരാളെ മേൽ ഞാൻ നിസ്കരിച്ചാൽ ശരിയാവില്ല. കാരണം അന്ന് ഞാൻ ആ മയ്യത്തിന്റെ മേലുള്ള നിസ്കാരത്തിന്റെ ഫർളിന്റെ അഹലുകാരിൽ പെട്ടവനല്ല, അന്ന് ഞാൻ ഹയാത്തിലേ ഇല്ല. ഇനി ഞാൻ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്, അപ്പോഴും ഞാൻ അഹ്ലുൽ ഫർളല്ല. അപ്പൊ അഹ്ലുൽ ഫർളിൽ നിന്ന് മാത്രമേ അത് സ്വഹിയാവുകയുള്ളൂ. ഫഖദ് സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തോടൊപ്പം നിസ്കരിച്ചു. ബിൽ മദീനത്തി, മദീനയിൽ വെച്ച്, അലൻ നജ്ജാശി മലിക്കിൽ ഹബ്ശത്തി, ഹബിഷയിലെ രാജാവായ നജ്ജാഷിയുടെ വഫാത്തിനു ശേഷം നജ്ജാഷിയുടെ മേൽ റസൂലുള്ളാഹി നിസ്കരിച്ചു. റസൂലുള്ളാഹി മാത്രമല്ല സ്വഹാബികളും നിസ്കരിച്ചു. അപ്പൊ മറഞ്ഞ മയ്യത്തിന്റെ മേൽ നിസ്കാരം പറ്റും, അത് സ്വഹിയാകും എന്നതിന് തെളിവാണത്. വസ്വല്ല അല ഖബരി ശഖ്സിൻ, അതുപോലെ ഖബറിന്റെ മേൽ നിസ്കരിച്ചതിന് തെളിവ്. ഒരു വ്യക്തിയുടെ ഖബറിന്മേൽ റസൂലുള്ളാഹി നിസ്കരിച്ചു. കാന, ആ വ്യക്തിയായിരുന്നു, സഹാബിയായിരുന്നു, യഖുമുൽ മസ്ജിദ, പള്ളിയെ അടിച്ചു വാരുന്നവരായിരുന്നു. അവ ഖബറിന് മേൽ വെച്ചും നിസ്കരിച്ചു. അത് രണ്ടും സ്വഹിയാകുന്നതാണ് എന്നതിന് തെളിവാണത്. ഈ 2 ഹദീസും ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.